തെറ്റ് ചെയ്തത് വിനായകനാണെന്നുള്ള കാര്യം തന്നെ വേദക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിനായകനെ ലക്ഷ്യമിട്ടുള്ള വേദയുടെ യാത്ര ആരംഭിച്ചു. സത്യങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരാനും നിരപരാധിയായ വിക്രമിനെ രക്ഷിക്കാനും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അവൾ ഉറച്ച തീരുമാനമെടുത്തു. വിക്രമിനെതിരെ നടന്ന ഗൂഢാലോചനകളുടെ ചുരുളഴിക്കാൻ അവൾ ഇറങ്ങി പുറപ്പെട്ടു. വിക്രമിന്റെ ജീവിതം തകർത്ത, വിക്രമിന്റെ അച്ഛനെ ജയിലിലടച്ച ആ പഴയ മയക്കുമരുന്ന് കേസിന്റെ വേരുകൾ തേടിയുള്ള യാത്രയായിരുന്നു അത്. ആ വലിയ വക്കീൽ ഓഫീസിലെ ഗൗരവമേറിയ അന്തരീക്ഷത്തിൽ വേദ വിനായകനെ കാത്തിരുന്നു. അവളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. സത്യം കണ്ടെത്തിയവളുടേതായ ആത്മവിശ്വാസം. വിനായകൻ ഓഫീസിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ വേദയുടെ കണ്ണുകളിലെ തീക്ഷ്ണത അവനെ അസ്വസ്ഥനാക്കി. എന്തിനാ വേദ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? വിനായകൻ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ നേരിയ ഭയം കലർന്നിരുന്നു. വേദ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. വിനായകേട്ടാ, എനിക്കെല്ലാം മനസ്സിലായി. ഇത്ര കാലം മൂടിവെച്ച സത്യങ്ങൾ, താൻ ചെയ്ത ചതികൾ എല്ലാം ഞാൻ നേരിട്ട് കണ്ടെത്തി കഴിഞ്ഞു. വിനായകൻ അത് കേട്ടപ്പോഴൊന്ന് ഞെട്ടി. എന്ത് സത്യങ്ങൾ? നീ എന്തായി പറയുന്നത്? അഭിനയം വേണ്ട വിനായകേട്ടാ. വേദയുടെ ശബ്ദം കടുത്തു. വിക്രമിൻ്റെ വീട്ടിൽ ഒരേ ഒരു ആട്ടിൻതോലിട്ട ചെന്നായേ ഉള്ളൂ, അത് നിങ്ങളാണ്. വിശ്വേട്ടൻ ചെയ്യാത്ത കുറ്റത്തിന് കോടതി കയറിയപ്പോൾ, വിക്രം ജയിലിൽ കിടന്നപ്പോൾ, അച്ഛൻ അപമാന ഭാരത്താൽ തന കുനിച്ച് നിന്നപ്പോൾ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങളാണെന്ന് എനിക്കറിയാം. വിനായകൻ വിയർക്കാൻ തുടങ്ങി. നീ വെറുതെ ഓരോന്നിങ്ങനെ പറയല്ലേ വേദേ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാനും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്? വേദ ചോദിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടോ? വേദയുടെ ചോദ്യം ഒരു ചാട്ടവാറടി പോലെയായിരുന്നു. സ്വന്തം അച്ഛൻ്റെ ബാഗിൽ നിന്നും മയക്കുമരുന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ ജയിലിലാക്കിയത് കുടുംബത്തിന് വേണ്ടിയിട്ടാണോ വിനായകേട്ടാ? സ്വന്തം കൂടപ്പിറപ്പായ വിക്രമിനെ ചതിച്ചത് കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നോ? പണത്തിന് വേണ്ടി ശ്രീകാരം ശ്രീനിവാസൻ്റെ കാല് പിടിക്കാൻ പോയതൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടായിരുന്നോ? ശ്രീകാരം ശ്രീനിവാസൻ്റെ പേര് കേട്ടതും വിനായകൻ ആകെ തകർന്നു പോയി. അവൻ്റെ മുഖമാകെ വിളറി വെളുത്തു. എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വിനായകൻ ഇങ്ങനെ വിക്കി സംസാരിക്കാൻ തുടങ്ങും. വേദ പറഞ്ഞിട്ട് നിങ്ങൾ നുണ പറയരുത്. എല്ലാം തെളിയിക്കാനുള്ള രേഖകൾ എൻ്റെ കൈവശമുണ്ട്. മാപ്പുസാക്ഷിയാവാൻ ഞാൻ അവസരം തരാം. സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാം. ഇല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങൾ അങ്ങ് നീങ്ങും. അന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഈ ശ്രീനിവാസൻ സാർ പോലും ഉണ്ടാവില്ല. വേദയുടെ വാക്കുകൾ വിനായകൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകി. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വെമ്പുകയായിരുന്നു. എനിക്ക് പോവണം, അവൻ പറഞ്ഞു. പോയിക്കോളൂ, പക്ഷേ ഓടി രക്ഷപ്പെടാനൊന്നും കഴിഞ്ഞില്ല. വേദ മുന്നറിയിപ്പ് നൽകി. ഓഫീസിൽ നിന്നും ഇറങ്ങിയ വിനായകൻ നേരെ വീട്ടിലേക്കാണ് ഓടിയത്. അവൻ്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. വേദയ്ക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്ന തിരിച്ചറിവ് അവനെ വേട്ടയാടി. നന്ദിനി മുറിയിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. നന്ദിനി, വേഗം റെഡിയാവ്, നമുക്ക് ഈ വീട്ടിൽ നിന്നും മാറണം, വിനായകൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. നന്ദിനി ആകെ അമ്പരന്നു. എന്താ പെട്ടെന്ന്? വീട് മാറണമെന്നോ? അതിനിപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ വേഗം പാക്ക് ചെയ്യ്. ഇവിടെ നിന്നാലൊന്നും ശരിയാവില്ല. അച്ഛൻ നമ്മളെ ഇവിടെ നിന്നും ഇറക്കി വിടും. അതിനു മുൻപേ തന്നെ നമുക്ക് ഇവിടെ നിന്നും പോകണമെന്ന് വിനായകൻ ഭയത്തോടെ പറഞ്ഞു. നന്ദിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ മനുഷ്യ വട്ടായോ? നിങ്ങളെന്തിനാ വാടക വീട്ടിലേക്ക് പോയി നിൽക്കുന്നത്? ഇവിടെ ചിലവിനൊന്നും കാശ് വേണ്ടല്ലോ. പുതിയ വീട് പണിയുമ്പോൾ പോവാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അന്നേരം വിനായകൻ പറഞ്ഞിട്ട്, അതൊന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. എൻ്റെ കാര്യങ്ങളൊന്നും നിനക്കറിയില്ല നന്ദിനി. നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, വിനായകൻ അവളെ നിർബന്ധിച്ചു. അവൻ പുറത്തേക്ക് ചെന്നു. ഹാളിലാണെങ്കിൽ സുധാകരമാഷും കമലമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛാ, ഞങ്ങൾ ഇവിടെ നിന്നും മാറാൻ തീരുമാനിച്ചു, വിനായകൻ പ്രഖ്യാപിച്ചു. ഒരു വാടക വീട് ശരിയാക്കിയിട്ടുണ്ട്. മാഷ് അത്ഭുതത്തോടെ അവനെ നോക്കി. എടാ, പെട്ടെന്തിനാ ഇവിടെ നിന്നൊരു മാറ്റം? ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം? അനാവശ്യമായി എന്തിനാ ഇങ്ങനെ പണം കളയുന്നത്? അതൊന്നും സാരമില്ല അച്ഛാ, ഇവിടെ നിന്ന പ്രശ്നങ്ങൾ കൂടും. നന്ദിനിയും ശ്രീജേടത്തിയും തമ്മിൽ ഒരു യോജിപ്പുമില്ല. വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്തിനാ? വിനായകൻ ഓരോ ഒഴിവുകഴിവുകൾ പറഞ്ഞു. വിക്രം ഇടപെട്ടു. ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടേയും പോവണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. ആരും നിങ്ങളിവിടെ കുറ്റപ്പെടുത്തില്ല. വിനായകൻ ആകെ ധർമ്മസങ്കടത്തിലായി. പോവാനും വയ്യ, നിൽക്കാനും വയ്യ എന്നൊരവസ്ഥ. അപ്പോഴാണ് വേദ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, വേദ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിനായകൻ വീട് മാറാൻ പോകുന്നു എന്ന് പറയുന്നത് മോളെ, കമലമ്മ സങ്കടത്തോടെ പറഞ്ഞു. വേദ വിനായകനെ ആ സമയത്ത് രൂക്ഷമായിട്ടൊന്ന് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ നീ എവിടെ പോയാലും ഞാൻ വിടില്ല എന്നൊരു ഭാവമുണ്ടായിരുന്നു. ആണോ വിനേട്ട? എങ്ങോട്ട് പോയാലും സത്യത്തിൽ നിന്നും ഒളിച്ചോടാനൊന്നും കഴിയില്ലല്ലോ, വേദ ദേഷ്യത്തോടെ പറഞ്ഞു. തെറ്റ് ചെയ്തവർ എവിടെ ആയാലും പിടിക്കപ്പെടും. അതുകൊണ്ട് തൽക്കാലം ആരും എങ്ങോട്ടേക്കും പോവണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. വേദയുടെ വാക്കുകളിലെ ഗൂഢർത്ഥമെല്ലാം തന്നെ വിനായകന് മനസ്സിലായി. അവൻ തല കുനിച്ച് മുറിയിലേക്ക് പോയി. വേദ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് അവന് ബോധ്യപ്പെട്ടു. വിനായകൻ മുറിയിൽ ചെന്ന് ആർക്കോ ഫോൺ ചെയ്യുന്നത് വേദ ശ്രദ്ധിച്ചു. അവൾ പതുക്കെ വാതിലിൻ്റെ മറുപുറത്ത് നിന്ന് അത് കേട്ടു.
എന്നെ നേരിട്ട് കാണണം, അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട്. വിനായകൻ ഫോണിലൂടെ പറയുന്നത് വേദ കേട്ടു. അവൻ ഫോൺ വെച്ച് പോയ ഉടനെ തന്നെ വേദ മുറിയിൽ കയറിയിട്ട് ആ ഫോൺ എടുത്തു. കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ കണ്ട നമ്പർ അവളെ ഞെട്ടിച്ചു കളഞ്ഞു. അത് ശ്രീനിവാസൻ സാറിൻ്റെ വലം കൈയായ സഹായിയുടെ നമ്പറായിരുന്നു. വേദയുടെ സംശയങ്ങൾ ഓരോന്നോരോന്നായി ശരിയാണെന്ന് തെളിയാൻ തുടങ്ങി. അന്ന് വൈകുന്നേരം വിക്രം ടെറസിൽ ഏകാന്തനായി ഇരിക്കുകയായിരുന്നു. വേദ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഈ ആലോചിക്കുന്നത്? അവൾ ചോദിച്ചു. വിക്രം ചിരിച്ചു. നമ്മുടെ കാര്യം തന്നെ. പിന്നെ വിനായകൻ ചേട്ടൻ എന്തിനാ പെട്ടെന്ന് വീട് മാറാൻ തീരുമാനിച്ചതെന്നതിനെക്കുറിച്ചും. വേദ ഉടനെ വിക്രമിൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. കാരണം ഈ വീട്ടിൽ ഇനിയും നിന്നു കഴിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമെന്ന് ചേട്ടന് നല്ല ഭയമുണ്ട്. അച്ഛനെ ചതിച്ചതിനും നിങ്ങളെ കുടുക്കിയതിനും എല്ലാം പുറത്തു വരുമെന്ന് അദ്ദേഹം ഭയക്കുന്നുണ്ട്. വിക്രം അവിശ്വസനീയതയോടെ അവളെ നോക്കി. നീ എന്തൊക്കെയാ വേദ ഈ പറയുന്നത്? സ്വന്തം ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യോ? ചെയ്യും വിക്രം. പണത്തിനും അധികാരത്തിനും വേണ്ടിയിട്ട് മനുഷ്യർ എന്തും ചെയ്യും. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് എനിക്കറിയാം. വിനായകേട്ടൻ വെറും ഒരു കരുവാണ്. വിക്രം അത് നിഷേധിക്കാൻ ശ്രമിച്ചെങ്കിലും വേദയുടെ വാക്കുകളിലെ സത്യസന്ധത അവനെ ചിന്തിപ്പിച്ചു. എങ്കിൽ കേട്ടോളൂ. വേദ തൻ്റെ ഫോണെടുത്തു. അതിൽ അവൾ ദർശൻ്റെ സഹായത്തോടെ റെക്കോർഡ് ചെയ്ത് വിനായകൻ്റെ സംഭാഷണമെല്ലാം ഉണ്ടായിരുന്നു. വേദ അത് പ്ലേ ചെയ്തു. വിനായകൻ്റെ ശബ്ദം വ്യക്തമായി കേട്ടു. അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചത് ഞാനാണ്. ആരും കാണാതെ വിക്രമിനെ ചതിക്കാനായിരുന്നില്ല. അച്ഛനെ നാണം കെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അത് വിക്രമിൻ്റെ ജീവിതം തകർക്കുമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. ശ്രീനിവാസൻ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. വിനായകൻ്റെ വാക്ക് ഫോണിലൂടെ കേട്ടതോടുകൂടി തന്നെ വിക്രം ആകെ തകർന്നു പോയി. സ്വന്തം ചേട്ടൻ്റെ ശബ്ദം വർഷങ്ങളായി താൻ അനുഭവിച്ച വേദനകൾക്ക് കാരണം സ്വന്തം ചോരയാണെന്ന തിരിച്ചറിവ് അവനെ ആകെ തകർത്ത് കളഞ്ഞു. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. കേട്ടല്ലോ വിക്രം, ഇതാണ് സത്യം. നിങ്ങൾ ദൈവത്തെ പോലെ കണ്ടിരുന്ന ശ്രീനിവാസനും ചേട്ടനും ചേർന്ന് നടത്തിയതാണ് ഈ ഒരു നാടകം. നിങ്ങളുടെ ജീവിതം ഈ നിലയിലാകാനും കാരണം അവരൊക്കെ തന്നെയാണ്. വിക്രം അതെല്ലാം കേട്ട് വിറക്കുന്നുണ്ടായിരുന്നു. ദേഷ്യവും സങ്കടവും കൊണ്ട് തന്നെ അവൻ്റെ ശരീരം വിറച്ചു. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചത്. വേദ പറഞ്ഞത് ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ വിക്രം. നമുക്ക് പോരാടണം ആ ശ്രീനിവാസനെതിരെ. അയാളാണ് യഥാർത്ഥ വില്ലൻ. വേദ അവന് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു. അതേസമയം നഗരത്തിലെ മറ്റൊരു കോണിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുകയായിരുന്നു. MLA വാസവൻ ശ്രീനിവാസനെതിരെ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. ശ്രീനിവാസന്റെ കാറ് തടഞ്ഞു നിർത്തി വാസവന്റെ ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിട്ടു. ശ്രീനിവാസൻ ഭയന്ന് വിറച്ചു. എന്നാൽ അയാളുടെ വിശ്വസ്തനായ സഹായി, വിനായകൻ വിളിക്കാറുള്ള അതേ വ്യക്തി, തൻ്റെ യജമാനനെ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങി. ഗുണ്ടകളുമായുള്ള ഏറ്റുമുട്ടലിൽ അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. നെഞ്ചിൽ കത്തി കുത്തിക്കയറിയിട്ടും അയാൾ ശ്രീനിവാസനെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നാൽ ശ്രീനിവാസൻ ചെയ്തത് ക്രൂരതയുടെ പര്യായമായിരുന്നു. പരിക്കേറ്റ് കിടക്കുന്ന സഹായിയെ തിരിഞ്ഞുപോലും നോക്കാതെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അയാൾ കാറിൽ അവിടെ നിന്നും പാഞ്ഞുപോയി. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ സഹായി താൻ ദൈവത്തെ പോലെ സേവിച്ച മുതലാളിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞ് റോഡിനരികിൽ തന്നെ കിടന്നു. ആശുപത്രിയിൽ വെച്ച് വേദയും വിക്രമിനും ആ സഹായിയെ കാണാൻ ചെന്നു. വേദയാണ് വിക്രമിനെ നിർബന്ധിച്ചു കൊണ്ടുപോയത്. ICUയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന അയാൾക്ക് മുന്നിൽ വിക്രം നിന്നു. അയാളെ അറിയുമോ വിക്രം? വേദ ചോദിച്ചു. ഇതാണ് ശ്രീനിവാസൻ സാറിൻ്റെ വലകായി. ഇന്ന് ശ്രീനിവാസൻ ഇയാളെ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അയാൾ കഷ്ടപ്പെട്ട് കണ്ണുകൾ തുറന്നു. വിക്രമിനെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ കുറ്റബോധം നിഴലിച്ചു. വിക്രം, അയാൾ നേർത്ത ശബ്ദത്തിൽ വിളിച്ചു. എന്നെ വിശ്വസിക്കരുത്, ശ്രീനിവാസനെ വിശ്വസിക്കരുത്, അയാൾ ചതിയനാണ്. വിക്രം അമ്പരപ്പോടെ നോക്കി. നിന്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കിയതിന്, നിന്നെ ജയിലിലാക്കിയതിന് എല്ലാം ശ്രീനിവാസന്റെ കളികളായിരുന്നു. ഞാനും അതിന് കൂട്ടുനിന്നു മോനെ. എന്നോട് ക്ഷമിക്കണം, അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. അയാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം കളഞ്ഞു. ഒടുവിൽ അയാൾ എന്നെയും ഉപേക്ഷിച്ചിട്ട് പോയി വിക്രം. വിക്രം, നീ സൂക്ഷിക്കണം, അയാളെ വെറുതെ വിടരുത്. ആ വാക്കുകൾ വിക്രമിൻ്റെ ഉള്ളിലെ അവസാനത്തെ സംശയവും മായ്ച്ചു കളഞ്ഞു. തൻ്റെ ജീവിതം നശിപ്പിച്ച, തൻ്റെ കുടുംബത്തെ തകർത്ത ശത്രു ആരാണെന്ന് വിക്രമിന് പൂർണ്ണമായിട്ടും ബോധ്യമായി. ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ വിക്രം ആകെ മാറിയിരുന്നു. പഴയ നിസ്സഹായനായ വിക്രമല്ല അത്. കണ്ണുകളിൽ പ്രതികാരത്തിൻ്റെ തീ എരിയുന്ന പുതിയൊരു വിക്രം. വേദ, വിക്രം വിളിച്ചു. നീ പറഞ്ഞതായിരുന്നു സത്യം. എനിക്ക് തെറ്റുപറ്റി വേദ. സ്വന്തം ചേട്ടനെയും ആ ശ്രീനിവാസനെയും ഞാൻ ഒരുപാട് വിശ്വസിച്ചു. പക്ഷേ ഇനിയില്ല. വേദ അവൻ്റെ കൈകളിൽ പിടിച്ചു. ഞാൻ കൂടെയുണ്ട് വിക്രം. നമ്മൾ ഒരുമിച്ച് ഇതിനെ നേരിടും. അതെ, ഒരുമിച്ച് നേരിടും, വിക്രം ഉറപ്പിച്ചു പറഞ്ഞു. ശ്രീനിവാസനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവൻ ചെയ്ത ഓരോ ക്രൂരതയ്ക്കും അവന് മറുപടി പറയണം. എൻ്റെ അച്ഛൻ്റെയും ചേട്ടൻ്റെയും എൻ്റെയും ജീവിതം വെച്ചാണ് അവൻ കളിച്ചത്. അതിന് അവൻ അനുഭവിച്ചിരിക്കും. അവർ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ വിനായകൻ തൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിക്രം വിനായകൻ്റെ മുന്നിലേക്ക് ചെന്നു നിന്നു. വിനായകൻ വിക്രമിനെ നോക്കാനൊന്ന് ഭയപ്പെട്ടു. എങ്ങോട്ടാ ചേട്ടാ? വിക്രം ശാന്തമായി ചോദിച്ചു. പക്ഷേ ആ ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ളതായിരുന്നു. അത് പിന്നെ ഞാൻ, വിനായകൻ ഇങ്ങനെ വിക്കി പറഞ്ഞു.
വിക്രം അവൻ്റെ തോളിൽ കൈവച്ചു. എങ്ങോട്ടും പോവണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. പക്ഷേ ഒരു കാര്യം, ഈ വീട്ടിൽ കളികൾ വേണ്ട. സത്യമെല്ലാം തന്നെ എനിക്കറിയാം വിനായകേട്ട. വിനായകേട്ടൻ അത് കേട്ട് ഞെട്ടിക്കൊണ്ട് തന്നെ വിക്രമിനെ നോക്കി. വിക്രമിൻ്റെ കണ്ണുകളിലെ ഭാവം കണ്ട് വിനായകൻ ഉമിനീരിറക്കി. വിക്രമിനെ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് അവന് ബോധ്യപ്പെട്ടു. അന്ന് രാത്രി വേദയും വിക്രമും തൻ്റെ അടുത്ത നീക്കം ആലോചിച്ചു. ശ്രീനിവാസൻ എന്ന വൻ മരത്തെ വീഴ്ത്താൻ അവർ തയ്യാറെടുത്തു. ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതയിൽ ഏത് വലിയ ശക്തിയെയും തോൽപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പവിത്രമായ ആ വീടിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിനായിരുന്നു. അങ്ങനെ വിക്രമും വേദയും ചേർന്നുകൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും പൊളിച്ചെടുക്കാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.